തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഒന്നാമത്തെ പാഠം മുക്കാലമ ഹാത്തിഫിയ. ഓക്കെ, അപ്പോ ഇതിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അലോ അസ്സലാം വലൈക്കും വലൈക്കും സ്ലാം എന്നുള്ള ഒരു സംഭാഷണത്തിന്റെ രീതി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, സംഭാഷണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമല്ല ഒന്നാമത്തെ പാഠം. നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു പാഠമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അതിലിങ്ങനെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ. അപ്പൊ ആ പാഠം കഴിഞ്ഞാൽ അതിന് തൊട്ട് ശേഷം തന്നെ ഒരു പെട്ടിക്കോളം കാണുന്നുണ്ടാവും. ആ പെട്ടിക്കോളത്തിലുണ്ട് നമ്മുടെ ഈ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ആൻ, ഹുനാക്ക, ഹുന പോലെയുള്ള ബഅദ, ദൂന, ഐലൻ എന്നൊക്കെ പോലെയുള്ള പദങ്ങൾ ഉണ്ടാവും. ഈ പദങ്ങൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അത്രക്ക് പ്രധാനപ്പെട്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് തൊട്ട് ശേഷമുള്ള ഒരു ഭാഗം കണ്ടോ, ആ ഭാഗത്തിലുണ്ടാവും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള ചോദ്യം. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു അതേ ക്വസ്റ്റ്യൻ ആവണം എന്നില്ല, അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാഫർന ഡാഷ് കശ്മീർ മിൻ ഇല ആൻ ബി പോലുള്ളതൊക്കെ വരികയാണെങ്കിൽ സാഫർന ഇല കശ്മീർ, അങ്ങനെയുള്ള ചില ഏതെങ്കിലും ഒരു മാർക്കിനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഒരു ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുക ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാന്നുള്ളത്. അതുപോലെ തന്നെ തൊട്ട് ശേഷം ഒരു കാര്യം കണ്ടുണ്ടാവും, ചേരുമ്പടി ചേർക്കുക. അപ്പൊ ഇതിൽ നിന്നാവണമെന്നില്ല, ഏതെങ്കിലും പാഠത്തിൽ നിന്ന് ചേരുമ്പടി ചേർക്കാനുള്ള ഈ പെട്ടിക്കോളങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചേരുമ്പടി ചേർക്കാനുള്ളത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ ചേരുമ്പടി ചേർക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും, അടുത്തതിലുണ്ട് മിൻ അയിന അൻത ഖാദിം. അപ്പൊ ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഈ ചേരുമ്പടി ചേർക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അതിൽ നമുക്ക് അറിയുന്ന ഒരു പദം ഉണ്ടാവും, മിൻ അയിന അൻത ഖാദിം. അത് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ അതില് ഖദിമ, ഖാദിം പോലെയുള്ള ഏതെങ്കിലും പദം അതിന്റെ മറുപടിയിൽ ഉണ്ടാകും. അപ്പൊ അതിന് മറുപടി ആയിട്ട് അന ഖാദിമും മിനൽ കുവൈത്ത്. അപ്പം ചേരുമ്പടിയിൽ ഏത് ചോദ്യമാണോ ചോദിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ബന്ധമുള്ള ഒരു പദം അതിലുണ്ടാകും. അപ്പൊ ആ ഒരു പദവുമായിട്ട് എന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ട് ചേർത്ത് പറയാം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാഠത്തിൽ ഇങ്ങനെയുള്ള ചേരുപടി ചേർക്കാനുള്ള കാര്യങ്ങളും സംഭാഷണം പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സിമ്പിൾ സാധനങ്ങളെ ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിന്ന് വരികയുള്ളൂ. അതേപോലെ തന്നെ അടുത്തൊരു പെട്ടിക്കോളത്തിലുണ്ട് മുക്കാലമത്തുൻ സ്വാതിറ, മുക്കാലമത്തുൻ ബാരിദ. അപ്പൊ മുക്കാലമാത്ത് എന്നുള്ള രണ്ട് പദം വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടിലും വരുന്ന, അങ്ങനെ രണ്ടെണ്ണം വരുന്ന ഒരു പദം അപ്പുറത്തുണ്ടോ നോക്കുക. അപ്പൊ രണ്ടെണ്ണം ഒരുപോലെ വരുന്ന പദം കോൾസ് എന്നാണ്, ഇൻകമിങ് കോൾസ്, ഔട്ട് ഗോയിങ് കോൾസ്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു എന്ത് ചെയ്യുക, ഈ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചേരുമ്പടി ചേർക്കാനും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള സംഭാഷണം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചെറിയൊരു കാര്യങ്ങൾ മാത്രം ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് വരികയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ പാഠം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി രണ്ടാമത്തെ പാഠവും സെയിം സാധനം തന്നെയാണ്. രണ്ടാമത്തെ പാഠവും സെയിം ആണ് എന്ന് പറഞ്ഞാല് അതും ഒരു സംഭാഷണമാണ്, ഒരു സുഹൃത്തിനെ സന്ദർശിക്കുന്ന ഒരു സംഭാഷണമാണ്. ആ സംഭാഷണവും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, സംഭാഷണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ സ്വാബിറും സ്വാദിക്കുമാണ്. ചിലപ്പോ ഈ സെക്ഷൻ ബിയില് രണ്ടാമത് എഴുതാനുള്ളത് ചിലപ്പോൾ ഒരു സംഭാഷണം എഴുതാനൊക്കെ വന്നേക്കാം, ഒരു സംഭാഷണം എഴുതാൻ വന്നേക്കാം. അതിൽ നിങ്ങൾ ഈ പാഠത്തിലുള്ളത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ സംഭാഷണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഈ സംഭാഷണം ഒന്ന് നോക്കി വെക്കുക. ഈ സംഭാഷണത്തിൽ ഉണ്ടാകുന്ന പദങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ പാഠത്തിന്റെ സെയിം റിപ്പീറ്റേഷൻ, അതിന്റെ വേറെ രീതിയിലുള്ള സാധനങ്ങൾ, ഒന്നുകൂടി അഡ്വാൻസ്ഡ് രീതിയിലുള്ള സാധനങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളത്. ഖരീബ്, ബഈദ്, അമാം, ഖൽഫ പോലെയുള്ള പദങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തേല് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ ഇൻ, റുബമ, ഇദാ പോലെയുള്ള പദങ്ങളൊക്കെ, ഈഫ് പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും സംഭാഷണം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിലും 16ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, അതിലും എന്തുണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളത് ഇല അയിന അൻത. ഇപ്പോ നിങ്ങളുടെ ഇന്റേണൽ എക്സാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്ത് കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ തന്നെ ഇല അയിന അൻത ഡാഷ്. അവിടെ എന്താണ് വരിക, ജാഹിബ് എന്നാണോ, കാദിമത്ത് എന്നാണോ, മുസാഫിറത്ത് എന്നാണോ വരിക എന്നുള്ളത് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കുന്നുള്ളൂ. കാരണം അൻത എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുദക്കർ മാത്രമേ വരുള്ളൂ. അപ്പൊ എന്താ വരിക, ജാഹിബ് എന്നാ വരിക. അപ്പൊ അങ്ങനെയുള്ള ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത്, അപ്പൊ ഈ ഒരു പാഠത്തുനിന്ന് എന്താണ് വരാൻ സാധ്യത എന്ന് ചോദിച്ചാല്
ബ്രാക്കറ്റിൽ നിന്നുള്ള 1-2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും രണ്ടാമതായിട്ട് ചേരുംപടി ചേർക്കാനുള്ള സെക്ഷൻ ബിയിലുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യനും ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു സംഭാഷണം എഴുതാന് അത്രയൊക്കെ ഈ 1-2 ചാപ്റ്ററുകളിൽ നിന്ന് വരികയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ മൂന്നാമത്തെ ചാപ്റ്ററും അതിന്റെ വേറെ രീതി തന്നെയാണ്. ഒക്കെ സെയിം ആണ്. 1, 2, 3 ചാപ്റ്ററുകൾ ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. മൂന്നാമത്തെ ചാപ്റ്ററും ഇതുപോലെ തന്നെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഇതുവരെ ഓരോ പദങ്ങളാണ് പറഞ്ഞത്. ഹുനാക്ക, ഹുന, അങ്ങനത്തെ ഓരോ പദങ്ങളുണ്ടായി. ഇത് സെന്റൻസുകൾ. മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് സെന്റൻസുകൾ. ഇപ്പൊ മിൻ ഫളിക്ക് എന്ന് പറഞ്ഞു പ്ലീസ്, സംഭാഷണത്തിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ലവ് സമഹ്ത, അതിന്റെ അർത്ഥം പ്ലീസ് തന്നെ, എക്സ്ക്യൂസ് മീ എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അലൽ ഫൗർ, പെട്ടെന്ന്, അങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെയാണ് സംഭാഷണത്തിൽ വരിക എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ നമ്മൾ സെയിം സാധനം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കേണ്ടത്. ചേരുംപടി ചേർക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ 22ാമത്തെ പേജിൽ ഒരു പെട്ടിക്കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐന, കൈഫ, മത, മൻ, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് അയിന അൻത, നീ എവിടെയാണ്, അങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി. ഒരുപാട് വലുതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ആ 3 പാഠവും. ആ 3 പാഠത്തിൽ നിന്ന് സംഭാഷണം ഒന്ന് നിങ്ങൾ എന്തായാലും എഴുതാൻ വേണ്ടി പഠിക്കുക. എങ്ങനെയാണ് സംഭാഷണം എഴുതാന്നുള്ളത്. അധികവും നീയും സുഹൃത്തും തമ്മിലുള്ള സംഭാഷണമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചില വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കുക, ഹുവ, അൻത, അൻതുമ, അങ്ങനത്തെ വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ കൈഫ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചോദിക്കുക എന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 1, 2, 3 ചാപ്റ്ററുകൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 3 ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത പാഠം മുതലാണ് നമ്മളുടെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ എസ്സേയിലൊക്കെ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സെക്ഷൻ ബിയിലൊക്കെ വരാൻ സാധ്യതയുള്ള, അഥവാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലൊക്കെ വരാൻ സാധ്യതയുള്ള പാഠങ്ങൾ ഇനി അങ്ങോട്ടാണ്. നമ്മൾ ആ പാഠത്തിന്റെ മൊത്തം ഷോർട്ട് നമ്മൾ എന്തായാലും പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കാം. അതിൽ 4ാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ഷെറുൻ വ ഖൈറുൻ. ഷെറുൻ വ ഖൈറുൻ അബ്ബാസി കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ് എഴുതിയിട്ടുള്ളത്, അബുൽ അത്താഹിയ. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ പാഠത്തിൽ നിന്നൊരു 10 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കുക. ഒരു 10 പോയിന്റ് ഞാൻ ഒരു പോയിന്റുകൾ എണ്ണി പറഞ്ഞുതരാം. 10 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടൊന്ന് ഉറപ്പിക്കുക. ആ 10 പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ആ ഷെറുൻ വ ഖൈറുൻ എന്ന് കാണുകയാണെങ്കിൽ സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും എന്ന് പറഞ്ഞാൽ അവസാനത്തെ എസ്സേയിലും ഷോർട്ട് ആൻസറിലും ആ ഒരു ഷെറുൻ വ ഖൈറുൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മൊത്തം അവിടെ പേസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ മനസ്സിൽ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ആ ഒരു സമയത്ത് നിങ്ങൾ നേരെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ 1ാമത്തെ പോയിന്റ് ഷെറുൻ വ ഖൈറുൻ എന്നുള്ള ആ പാഠം പഠിക്കുമ്പോൾ 1ാമത്തെ പോയിന്റ് അബുൽ അത്താഹിയ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. 2ാമത്തെ പോയിന്റ് അദ്ദേഹത്തെ കുറിച്ചോ കുറച്ച് കാര്യങ്ങളൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അദ്ദേഹം ജനിച്ചത് 130 ഹിജ്റയിലും മരണപ്പെട്ടത് 211 അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഇസ്മായിൽ ബിൻ ഖാസിം ബിൻ സുവൈദ് എന്നുള്ളതാണ്. ബഗ്ദാദിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം ഉണ്ടായിരുന്നത്. അബ്ബാസി കാലഘട്ടത്തിലാണെന്നുള്ള ചെറിയ കുറച്ച് പോയിന്റ്, അദ്ദേഹത്തെ കുറിച്ച് 2-3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ. പിന്നെ അടുത്തത് എന്ത് ചെയ്യുക, ആ കവിതയെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ആ കവിത എന്ന് പറഞ്ഞാല് ഏറ്റവും മോശപ്പെട്ട വാക്ക് എന്ന് പറഞ്ഞാൽ കളവാണ്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അദബാണ്. കളവ്, അദബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വളരെ മര്യാദയോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് അദബ് എന്ന് പറഞ്ഞാൽ. പിന്നെ പിശുക്കത്തരം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളുടെ മോശമാക്കുന്ന ഒരു ന്യൂനതയാണ് പിശുക്കത്തരം എന്ന് പറഞ്ഞാൽ. ഔദാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഔദാര്യം എന്ന് പറഞ്ഞാൽ. ബുദ്ധി എന്ന് പറഞ്ഞാൽ നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ റോളാണ് ബുദ്ധിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം മരണപ്പെടുന്ന രീതിയിൽ നമ്മളെ ഒരു കൊലപാതകിയാക്കുന്ന ഒരു അസുഖമാണ് ഈ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാല്. പിന്നെ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല വേരുകളിൽ നിന്ന് നല്ല ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിലും നല്ല സ്വഭാവം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ കദിബ്, നമീമത്ത്, വഞ്ചന, ഇതൊക്കെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രത്യേകിച്ച് നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രകടമാക്കരുത്.
പിന്നെ മരണപ്പെടുന്നതിന് മുമ്പ് എത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ. ആ പാഠത്തിലെ പോയിന്റുകളാണ്, ഓരോരോ പോയിന്റുകളാണ് നിങ്ങളുടെ 27ാമത്തെ പേജിലുള്ള ഓരോരോ പോയിന്റുകൾ. 1, 2, 3, 4, 5, 6, 7, 8, 9 പോയിന്റുകൾ അവിടെ തന്നെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ മുഴുവനായിട്ട് എഴുതണ്ട, അതിന്റെ ചെറിയൊരു ഭാഗം എഴുതിയാൽ മതി. ഉദാഹരണം അൽ കദിബു ഹുവ അസ്വഉമാ യുഖാൽ, അൽ ബുഖ്ലു സിഫത്തുൻ മക്റൂഹ. അങ്ങനെ ഓരോ പോയിന്റുകളാക്കി എഴുതിയാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാവുന്നതാണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ എസ്സേ ആയിട്ട് ചിലപ്പോൾ എഴുതാൻ വരാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചിലപ്പോൾ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും, അതിനും വളരെ സാധ്യത ഉണ്ട്. മാ ഹുവ ശർറുൽ മഖാൽ, ഏറ്റവും മോശപ്പെട്ട വാക്ക് ഏതാണ്? അപ്പൊ കദിബ്, കളവാണ്. മാ ഹുവ ഖൈറുൽ ഹിസാൽ, ഏറ്റവും നല്ല കാര്യം എന്താണ്? അൽ അദബ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി എന്താണ് കവിയുടെ അഭിപ്രായത്തിൽ മാ ഹുവൽ അഖ്ലു ഫി റഈശ്, കവിയുടെ അഭിപ്രായത്തിൽ എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ? നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ പോലെയാണ് ബുദ്ധി. അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ ചിലപ്പോൾ 1-2 മാർക്കുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ നമ്മൾ അൽ അഖ്ലു ഖാദിൻ ഡാഷ്, അങ്ങനെയുള്ള ആ കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങളൊക്കെ വന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 5ാമത്തെ പാഠം. മൊത്തം 12 പാഠമുള്ളത്. 5ാമത്തെ പാഠം. ഓക്കെ, 5ാമത്തെ പാഠം എന്ന് പറഞ്ഞാല് അൽ അഖ്ലാഖു വശമായിൽ എന്നാണ് ആ പാഠം. അൽ അഖ്ലാഖു വശമായിൽ. അഖ്ലാഖ് എന്ന് പറഞ്ഞാല് സ്വഭാവം, ഷമായിൽ എന്ന് പറഞ്ഞാലും എന്തിനാണ്? നബിയുടെ സ്വഭാവം. ഈ പാഠഭാഗത്തിൽ എന്താണ് പറയണെന്ന് ചോദിച്ചാല് അതിന് വളരെ പോയിന്റ് ആക്കി പറയുകയാണെങ്കിൽ, ഷെയ്ഖ് അബുൽ ഹസൻ അലി ഹസൻ അന്നദവി, ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അബുൽ ഹസൻ അലി ഹസൻ അന്നദവി. അദ്ദേഹത്തെ കുറിച്ചൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, കിങ് ഫൈസൽ അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഏക പണ്ഡിതനാണ് ആര്? അബുൽ ഹസൻ അലി ഹസൻ നദവി. അപ്പോ ഇദ്ദേഹത്തിന്റെ ഖസസുൻ നബിയിൽ നിന്നുള്ള പാഠഭാഗത്തിൽ നിന്നെടുത്തുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. നബിയുടെ സ്വഭാവം എങ്ങനെയാണ്, നബി എങ്ങനെയുള്ള ആളായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ ഇതിൽ ആദ്യം അലി റളിയല്ലാഹു അൻഹു നബിയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. നബിയുടെ മരുമകൻ കൂടിയാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ സഖാബൻ ഫിൽ അസ്വാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശമുള്ള ആളല്ല, മോശം ഉണ്ടാക്കുന്ന ആളല്ല, അങ്ങാടിയിൽ വെച്ച് നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന ആളല്ല, എന്തെങ്കിലും നബിയോട് ഒരാൾ തിന്മ ചെയ്താൽ തിരിച്ചു തിന്മ ചെയ്യുന്ന ആളല്ല. നബി എല്ലാം പുറത്തു കൊടുക്കും. നബി ഇന്നേ വരെ ഒരാളെയും അടിച്ചിട്ടില്ല. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾ അടിക്കുള്ളൂ. ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയും നബി ഇതുവരെ അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നബി ഒരു അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും നബി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഹറാം ചെയ്തു കഴിഞ്ഞാൽ നബി ഭയങ്കര ചൂടാവും, നബി ഭയങ്കര ദേഷ്യപ്പെടും. അങ്ങനത്തെ കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് പറഞ്ഞത്. പിന്നെ പറഞ്ഞത്, നബി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നബി സാധാരണ ഒരു മനുഷ്യനാണ്. നബി വസ്ത്രം അനക്കും, അതുപോലെ തന്നെ ആടിനെ ഇറക്കും, നബിയുടെ കാര്യങ്ങളൊക്കെ നബി തന്നെ ചെയ്യല് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത്, നബി പറയുന്നത് എന്താ വെച്ചാല്, നബി ഒരു സദസ്സിൽ വന്നിരുന്നാൽ ഏറ്റവും അവസാനത്തെ അവിടെ പിരിഞ്ഞു പോയാൽ മാത്രം നബി പോവുള്ളൂ. അതുപോലെ തന്നെ നബി എല്ലാവർക്കും കൂടെ നിന്നുള്ളവർക്കൊക്കെ അവർക്ക് എന്താണോ, ഇപ്പൊ ഒരാളെ ക്ലാസ് കേൾക്കാൻ, നബിയുടെ ക്ലാസ് കേൾക്കാൻ വന്നാൽ എല്ലാവരെയും പരിഗണിക്കും. എന്താണോ അവര് ഇങ്ങോട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അതിന് കൊടുത്തിട്ടേ നബി എന്ത് ചെയ്യുള്ളൂ, അവസാനിപ്പിക്കാറുള്ളൂ. അതുപോലെ തന്നെ നബിയുടെ സ്വഭാവം വളരെ വിശാലമായ സ്വഭാവമായിരുന്നു, നല്ല സംസാരമായിരുന്നു, നല്ല നേച്ചറായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ട നബിയെ ഇപ്പം എന്ത് ചെയ്യും, പേടിച്ചെന്ന് വരും പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാല്. പക്ഷെ നബിയെ ഒന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടം ആരോടായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കും. അതുപോലെ തന്നെ നബിക്ക് വളരെ ഭംഗിയുള്ള ഒരാളായിരുന്നു. ഇനി ബറാഅ് ബിൻ ആസിബ് എന്നുള്ള സ്വഹാബി നബിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഒത്ത ഉയരായിരുന്നു. നബിയെ ഒരു ചുവന്ന വസ്ത്രത്തിൽ ഞാൻ അങ്ങനെ കണ്ടപ്പോ നബിയേക്കാൾ ഭംഗിയുള്ള ഒരാള് ദുനിയാവിൽ വേറെ ഇല്ല എന്നാണ് ഈ ഒരു ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബിക്കൊരു ഒത്ത ഉയരായിരുന്നു, എന്നാലും കുറച്ച് ഹൈറ്റ് കൂടുതൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു. നല്ല കറുത്ത താടിരോമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ നല്ല മുൻപല്ലും നല്ല പുരികവും. നബിയുടെ സ്വഭാവം പോലെ തന്നെ നബിയുടെ
സൗന്ദര്യവും നല്ലതായിരുന്നു. നബിയുടെ ശാരീരിക പ്രകൃതിയും വളരെ നല്ലതായിരുന്നു. പിന്നെ അവസാനമായി അനസ് റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് എന്താ പറഞ്ഞത് കൂടി നോക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയുടെ കൈയിനേക്കാൾ മൃദുലമായിട്ടുള്ള ഒരു പട്ട് പോലും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പട്ടിനേക്കാളും മൃദുലമായിട്ടുള്ളതാണ് നബിയുടെ കൈ എന്നുള്ളതാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നബിയുടെ സ്വഭാവം മൊത്തത്തിൽ എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഹ്സനുന്നാസ് അഷ്ജഉന്നാസ് എന്നൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ്താൽ മതി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയാൽ മതി. നല്ല സ്വഭാവമായിരുന്നു, നല്ല ജമീലായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി, അറിയുന്ന രീതിയിൽ എഴുതിയാൽ മതി. പിന്നെ ഈ എഴുതിയ ആളെ, ഈ ഒരു പാഠഭാഗം എഴുതിയ ഖസസുൻ നബി എന്നുള്ള പാഠം എഴുതിയിട്ടുള്ള ആളെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം. അബുൽ ഹസൻ അലി നദ്വിയാണ്. 913 മുതൽ 999 വരെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മാദാ ഖസ്റുൽ ആലം ബിൽ ഹിദാത്തുൽ മുസ്ലിമീൻ, അത്വരീഖുൽ മദീന, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, റിജാൽ ഫിക്രി വദഅവത്ത് ഫിൽ ഇസ്ലാം പോലെയുള്ള പുസ്തകങ്ങൾക്ക് എഴുതിയത്. അപ്പൊ ഇതിലൊരു ചോദ്യം വരിക, നബിയുടെ ഹദീസുകളെ കുറിച്ച്, നബിയെ അനസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, അതുപോലെ തന്നെ ബറാഹു ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, അലി റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്, അങ്ങനത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങളായിരിക്കും വരിക. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് രീതിയിലും ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന്. ഇനി അടുത്തതാണ് ആറാമത്തെ പാഠം. ആറാമത്തെ പാഠം എന്ന് പറഞ്ഞാല് അത് കുറച്ച് ഉപദേശങ്ങളാണ്. ആറാമത്തെ പാഠം കുറച്ച് ഉപദേശങ്ങളാണ്. അത് ജവാഹിറുൽ ഇബർ ലിസ്തിംതാഇൽ ഹയാത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇബർ എന്നൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് എഴുതാം. ഇത് എഴുതിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാല് അദ്ദക്തൂർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി. അദ്ദക്തൂർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇസ്തംതി ബി ഹയാത്തിക്. ഇസ്തംതി ബി ഹയാത്തിക്, നിന്റെ ജീവിതം നീ ആസ്വദിക്കണം, അടിച്ചു പൊളിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കും. നല്ല ഗുണകരമായിട്ടുള്ള ഗുണകാംക്ഷയുള്ള കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കും. ആ ഉപദേശങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കാനുള്ളത്. അപ്പൊ ഇതിലൊരു 2-3 ഉപദേശങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ഉപദേശം, ഇതാ സ്വൈതത്തിൽ ജബല ഫൻദുറിൽ കമ്മത്തി വലാത്തിൽ സുഹൂരിൽ മുത്ര. ഒന്നാമത് എന്താ വെച്ചാൽ, നീ പർവ്വതത്തിലേക്ക് കയറുകയാണെങ്കിൽ, 35-ാമത്തെ പേജിലുണ്ട്, നീ പർവ്വതത്തിലേക്ക് കയറുകയാണെങ്കിൽ നീ അതിന്റെ മേലോട്ട് മാത്രം നോക്കുക. പർവ്വതത്തിലേക്ക് കയറുകയാണെങ്കിൽ നീ മേലോട്ട് മാത്രം നോക്കുക, അടിയിലേക്ക് നീ ഒരിക്കലും നോക്കരുത്. ഞാൻ ഇത്രയും ദൂരത്തെത്തിയല്ലോ, ഇനി ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നോക്കരുത്. മേലോട്ട് മാത്രം നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, നീ ഇത്രയും വന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക, നീ ഉറച്ച കാൽ സ്റ്റെപ്പോട് മാത്രം മുന്നോട്ട് പോവുക. മേലെത്തി വെച്ചിട്ട് അഹങ്കരിക്കാൻ പാടില്ല, കാലം തെറ്റിപ്പോയ അടിയിക്ക് വീണു. അപ്പൊ ഇനി എന്ത് ചെയ്യുക, എത്രയും കാലം നീ മേലെത്തി, ഇനി ഒന്നും കൂടി ശ്രദ്ധിച്ച് വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നീ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നീ ഒരിക്കലും കാല് തെന്നി പോകരുത്. തെന്നിപ്പോയാൽ എൻ്റെ വൻ പരാജയമായിരിക്കും എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി രണ്ടാമത്തെ ഉപദേശം എന്ന് പറഞ്ഞാല്, നീ ഇരുട്ടിനെ കുറ്റം പറയരുത്. ഇരുട്ടിനെ കുറ്റം പറയുന്നതിന് പകരം നീ എന്ത് ചെയ്യുക, ഒരു വെളിച്ചം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നോക്കുക. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇരുട്ടിനെ കുറ്റം പറയരുത്. മറിച്ച് എന്ത് ചെയ്യുക, ഇരുട്ടിനെ കുറ്റം പറയുന്നതിന് പകരം നീ വെളിച്ചം കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മൂന്നാമത്, ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞാല് നല്ല മൃദുലമായ ഒരു കളിമണ്ണ് പോലെയാണ്. അതിനെ നമ്മൾ എങ്ങനെ പാകപ്പെടുത്തുന്നുണ്ടോ, നല്ല രീതിയിൽ ശിക്ഷണം നടത്തി കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ കഴിയും. നാലാമത്തെ ഉപദേശം, നീ മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ പെരുമാറണം. അവരുടെ സ്വഭാവം, അവരുടെ നിറോ, അവരുടെ രൂപോ ഒന്നും നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, പെരുമാറരുത്. ഇനി അടുത്തൊരു ഉപദേശമാണ്, നിന്നിൽ നിന്ന് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നീ പറയാവൂ. അല്ലാതെ കേൾക്കാൻ താല്പര്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആളുകളോട് പറയരുത്. ഓക്കെ. പിന്നെ അടുത്തത്, നീ എന്ത് ചെയ്യുക, തേനീച്ചയെ പോലെ ആവണം. നല്ലതിന്റെ മേലിൽ മാത്രമേ തേനീച്ച ഇരിക്കുള്ളൂ, പൂവിന്റെ മേലൊക്കെ ഇരിക്കുള്ളൂ. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈച്ചയെ പോലെ ആവരുത്. മുറിവുകളിൽ നിന്ന് അടുത്ത മുറിവിലേക്ക് ഇങ്ങനെ പാറിപ്പോകുന്ന ഈച്ചയെ പോലെ ആവരുത്. അടുത്തതാണ് ഈ ധീരത എന്ന് പറഞ്ഞാല്, ചെയ്ത തെറ്റിന്റെ മേലിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കലല്ല ധീരത എന്ന് പറഞ്ഞാൽ. നീ തെറ്റ് തിരിച്ചറിഞ്ഞ് ഒരിക്കലും ആവർത്തിക്കാതിരിക്കലാണ് ധീരത എന്ന് പറഞ്ഞാൽ. അടുത്ത ഉപദേശമാണ്, നിനക്ക് നിന്റെ കയ്യിൽ എന്താണോ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് നീ ജീവിക്കണം.
അത് ജീവിക്കണം. അല്ലാതെ എന്ത് ചെയ്യരുത്, കിട്ടാത്ത മുന്തിരി വിളിക്കുന്നൊക്കെ പറയണ്ടല്ലോ, അതിങ്ങനെ ആഗ്രഹിക്കരുത്. പിന്നെ അടുത്ത ഉപദേശമാണ്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിനയം കാണിക്കണം. വിനയം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്തിന് എന്ത് ചെയ്യും, നമ്മളെ ഉയർത്തും. ഓക്കെ. ഏറ്റവും അവസാനത്തതാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പൊ നീ എന്ത് ചെയ്യുക, വാങ്ങുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങാന്ന് മാത്രമല്ല, കുറച്ച് കൊടുക്കാനും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇത്രയും ഉപദേശങ്ങളാണ് ഇതിലുള്ളത്. ചിലപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ഡിസോർഡർ ആയി കിടക്കുന്നത് ഓർഡർ ആക്കാനും അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഈ ഉപദേശങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ചില ചെറിയ ചോദ്യങ്ങളൊക്കെ, എന്താണ് യഥാർത്ഥത്തിലുള്ള ധീരത എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. തെറ്റിന് മേലെ ഉറച്ചു നിൽക്കലല്ല, മറിച്ച് തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തലാണ് ധീരത എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരിക. ഓക്കെ. അപ്പൊ സെക്ഷൻ ബിയിലൊക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, വരിക. ഇനി അടുത്തതാണ് ഏഴാമത്തെ ചാപ്റ്റർ. ഏഴാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഫില്ലത്തുൽ കൻസ്. ഈ കഥ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഫില്ലത്തുൽ കൻസ് എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് ചിലപ്പോൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാല് ഒരു കഥയാണിത്. ഒരു ഉപ്പ, ഈ കഥയുടെ മൊത്തം ഷോർട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഞാൻ അതിന്റെ ഷോർട്ട് വേറെ ഇട്ടുന്നിട്ടുണ്ടാവും, അത് പഠിച്ചാൽ മതി. നിങ്ങൾ ഇട്ടുന്നിട്ടുണ്ട്. അപ്പോ ഇതെന്താ വെച്ചാല്, ഒരു ഉപ്പ തൻ്റെ മരണസമയത്ത് തൻ്റെ മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയാണ്ട്, 3 മക്കളുണ്ടായിരുന്നു, മക്കളെ വിളിച്ചു വരുത്തിയാണ്ട് പറയാണ്, എൻ്റെ മക്കളെ, ഞാൻ മരിക്കാനായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഭൂമിയിൽ, നിങ്ങൾക്ക് അനന്തരമായി കിട്ടുന്ന ആ ഭൂമിയിൽ ഞാനൊരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി ഞാൻ മരിച്ചാൽ വേഗം വെക്കരുത്, നിങ്ങൾ ആ നിധി തേടി പിടിക്കണം എന്ന് പറഞ്ഞു. ഫില്ലത്തുൽ കൻസ് എന്നാണ് ഈ ഒരു എന്ത് ചെയ്യുക പാഠത്തിന്റെ പേര്. എന്ന് പറഞ്ഞാല് വെള്ളിയുടെ നിധി എന്നുള്ളതാണ് പാഠത്തിന്റെ പേര്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, 3 പേരും വാപ്പാന്റെ മരണശേഷം കാര്യമായിട്ട് എന്ത് ചെയ്തു, അതിൽ കളച്ചു നോക്കി, ആ ഭൂമി മുഴുവന് കളച്ചു നോക്കി. പക്ഷേ ആർക്കും എന്ത് ചെയ്തില്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ ആള് പറഞ്ഞു, ഈ നിധി എങ്ങാനും കിട്ടുകയാണെങ്കിൽ, കിളക്കണതിന് മുമ്പുള്ളതാണ്, എന്ത് ചെയ്തു, ഈ നിധി എങ്ങാനും കിട്ടുകയാണെങ്കിൽ മൂത്ത ആള് ഞാനാണ്, അതുകൊണ്ട് ഞാൻ മൊത്തം എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി 2 ആൾക്കാർ ഒരിക്കലും സമ്മതിക്കൂല, ഉറപ്പാണല്ലോ. അപ്പൊ ബാക്കി 2 ആൾക്കാർ പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം. രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു, ഉപ്പാനെ ജീവിതകാലം ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞാനാണ്, തോട്ടത്തിൽ പോകാനും കൃഷിക്കൊക്കെ സഹായിച്ച ഞാനാണ്, അവിടെ ആ നിധി കിട്ടിയ എനിക്കാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അപ്പോ മൂന്നാമത്തെ ആള് പറയണേ, നമ്മൾ എന്തിനാ ഇങ്ങനെ കച്ചറ വിടുന്നത്, നമ്മൾ ആ നിധി എന്ത് ചെയ്യാ, ആ ഭൂമി നമുക്ക് തുല്യമായി വീതിക്കാം, ആരുടെ പറമ്പിൽ നിന്നാണോ നിധി കിട്ടിയത് അത് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് എടുക്കാം, അയാൾക്ക് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഈ 2 ആളുകളും ഈ പറഞ്ഞ ചെറിയ സഹോദരൻ പറഞ്ഞത് എന്ത് ചെയ്തു, കേൾക്കുകയും അങ്ങനെ ഇവരെന്ത് ചെയ്തു, എല്ലാരും കൂടി എന്ത് ചെയ്തു, 3 ആളുകളും ഭൂമി തുല്യമായി വീതിച്ചെടുത്ത് അവരിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവനാൻ്റെ അടുത്തുള്ളതൊക്കെ കുഴിച്ചു കഴിഞ്ഞപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല, നിധി കിട്ടിയില്ല. അങ്ങനെ ചെറിയ സഹോദരന്റെ അടുത്ത് വന്നു. അപ്പോ ചെറിയ സഹോദരന് ഓനെ ഈ നിധി കളക്കലൊക്കെ എന്തോ നിർത്തിയിട്ട് ഓന് കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഇവരെല്ലാവരും ക്ഷീണിച്ച്, ഒന്നാമത്തെ 2ാമത്തെ സഹോദരനെ ക്ഷീണിച്ച് ചെറിയ സഹോദരന്റെ അടുത്ത് വന്ന സമയത്ത് 2ാമത്തെ സഹോദരന് ചെറിയ സഹോദരനോട് പറയാണ്, പാപ്പാക്ക് ആദ്യമേ എവിടെയെന്ന് പറഞ്ഞാൽ മതി നിധി, എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആ ചെറിയ സഹോദരൻ പറഞ്ഞ മറുപടിയാണ് ഈ പാഠത്തിന് മൊത്തം ആകത്തുക. എന്ന് പറഞ്ഞാല് വാപ്പ പറഞ്ഞത് അവിടെ സ്വർണ്ണുണ്ട് വെള്ളിണ്ട് എന്നല്ല, ഈ ഒരു ഭൂമിയിൽ നിന്ന് നമുക്ക് സ്വർണവും വെള്ളിയും നമുക്ക് പുറത്തെടുക്കാം എന്നാണ് പറഞ്ഞത്. നന്നായി അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഒരുപാട് വിളകളൊക്കെ കിട്ടിയിട്ട് അതിൽ നമുക്ക് സ്വർണങ്ങളും വെള്ളികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിയെടുക്കാം എന്നുള്ളതാണ് വാപ്പ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഈ ഒരു പാഠം അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇതാണ് ആ പാഠം, നമുക്ക് പഠിക്കാനുള്ള ആ പാഠം ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, എന്താണ് ഉപ്പ ഉപദേശിച്ചത്, മരണപ്പെടാൻ നേരത്തെ എന്താണ് ഉപദേശിച്ചത്, ആ ഭൂമി ഒരിക്കലും വിൽക്കരുത് എന്നാണ് ഉപദേശിച്ചത്, അതിലൊരു നിധി ഉണ്ട് ഒരിക്കലും വിൽക്കരുതെന്നാണ് ഉപദേശിച്ചത്. അങ്ങനെയുള്ള അതുപോലെ തന്നെ എന്ത് നിധിയാണ് അദ്ദേഹം ബാക്കി വെച്ചത്, ആ
അമലി വൽ ജിദ്ദി എന്നാണ്. കഠിനാധ്വാനം പരിശ്രമവും ചെയ്തിട്ട് എന്തു നേടിയെടുക്കാം എന്നുള്ള ആ നിധിയാണ് ബാക്കി വെച്ചത്. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളും പിന്നെ ഇതിന്റെ ഒരു മൊത്തം ആശയം മനസ്സിലാക്കുന്ന കഥ രീതിയിൽ എഴുതാവുന്ന, ഇത് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു 10 പോയിന്റെങ്കിലും എഴുതുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഇനി അടുത്തതാണ് 8ാമത്തെ പാഠം, യാ അഖിൽ ഇൻസാൻ. അലി ഹാഷിം റഷീദ് എന്നുള്ള ആൾ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് യാ അഖിൽ ഇൻസാൻ. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കവിത നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 ഭാഗമാക്കിയിട്ടാണ് അത് തിരിച്ചിട്ടുള്ളത്. 1ാമത്തെ ഭാഗത്തിൽ തന്റെ നാടിനെ കുറിച്ച് വിവരിക്കുകയാണ്. എനിക്ക് നിങ്ങളെപ്പോലെ നല്ലൊരു നാടുണ്ടായിരുന്നു, ഞാൻ നല്ല രീതിയിൽ ജീവിക്കാറുണ്ടായിരുന്നു, അവിടെ ഒരുപാട് പൂന്തോട്ടങ്ങളും മലകളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും നല്ല നല്ല സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് 1ാമത്തെ ഭാഗത്ത് പറഞ്ഞത്. 2ാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരുപാട് നല്ല വെള്ളരിപ്രാവുകളും അതുപോലെ നല്ല ജെയ്ത്തൂൻ മരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ അധിനിവേശ ശക്തികൾ, ജൂതന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് എന്ത് ചെയ്തു, അതെല്ലാം കൊയ്തെടുത്തു, ആ പ്രാവുകളെ കൊന്നു, അതുപോലെ തന്നെ ജെയ്ത്തൂൻ മരങ്ങളെല്ലാം അവർ മുറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു അല്ലെ. 3ാമത്തതാണ് തസ്മീമു ഇലൽ ഔദ. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ മടങ്ങും. ഫലസ്തീൻ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, അത് സ്വതന്ത്രമാവും എന്നുള്ള ഒരു ആശയമാണ് അതിൽ പറയുന്നത്. ഞാനൊരു അറബിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും സമാധാനത്തിന്റെ പുലരികൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് കവിത അവസാനിപ്പിക്കുന്നത്. അലി ഹാഷിം റഷീദാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഫലസ്തീനിന്റെ ദുഃഖങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിയാണ്. അദ്ദേഹം 919 ഗസയിൽ ജനിച്ച ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതാണെങ്കിൽ ഫലസ്തീനിൽ ജനിച്ചു, ഗസയിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് ഇദ്ദേഹം എഴുതിയാൽ മതി. ഇതിന്റെ മൊത്തം ആശയം എന്താണെന്നുള്ളത്, ഈ മൗലൂ ഷിർ എന്താണെന്നുള്ള ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ഈ പാഠത്തിന്റെ മൊത്തം ആശയം എന്താന്ന് വെച്ചാൽ ഒറ്റത്തിലുള്ള അൽ ഖളിയ്യത്തുൽ ഫലസ്തീനിയ, ഫലസ്തീനി പ്രശ്നങ്ങളാണ് ഇതിന്റെ മെയിൻ ആകത്തുക. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ആശയം അവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാൻ മതി, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത് 9ാമത്തെ പാഠമാണ്. 9ാമത്തെ പാഠമാണ് അൽ മുലാഫിൽ സഅദൻ. ഇത് നമ്മൾ പഠിച്ച ഒരു പാഠമാണ്. മുലാഫിൽ സായദ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവൻ എന്ത് ചെയ്യും, വിജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജാവിന്റെ മുൻപല്ല് മൊത്തം വീണു പോവുകയും അതിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനം, ഒരു സ്വപ്നം കാണുകയും, രാജാവ് രാത്രിയിൽ സ്വപ്നം കാണുക, രാജാവിന്റെ മുഴുവൻ മുൻപല്ലുകളും കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ തന്നെ രാജാവ് ഇങ്ങനെ കരയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഈ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന 3 ആളെ വിളിച്ചു. 1ാമത്തെ ആള് പറഞ്ഞു, രാജാവ് ജീവിച്ചിരിക്കെ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ മരിച്ചു പോകും, രാജാവ് ദുഃഖിതനാവും. 2ാമത്തെ ആളും അതന്നെ പറഞ്ഞു. അപ്പൊ 2 പേരെയും എന്ത് ചെയ്തു, ജയിലിലേക്ക് അയച്ചു. 3ാമത്തെ ആള് പറഞ്ഞു, രാജാവ് ഒരുപാട് കാലം ജീവിച്ചിരിക്കും, അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. 3 പേരും പറഞ്ഞത് സമം തന്നെയാണ്. പക്ഷെ 3ാമത്തെ ആള് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മളുടെ ഡ്രസ്സ് നമ്മൾ നല്ലത് സെലക്ട് ചെയ്യുന്നത് പോലെ, നമ്മളുടെ അത്തറുകൾ നല്ലത് സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല വാക്കുകളും സെലക്ട് ചെയ്യണം. എല്ലാവരോടും ഉപയോഗിക്കുമ്പോഴും നല്ല നല്ല വാക്കുകൾ മാത്രമേ നമ്മൾ സെലക്റ്റീവ് ആയിട്ടേ വാക്കുകൾ പറയാൻ പറ്റുള്ളൂ. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു ഗ്ലാസിന്റെ പകുതി വെള്ളം കൊടുത്തു. അയാൾക്ക് വേണമെങ്കിൽ പറയാം ഇത് പകുതിയെ വെള്ളമുള്ളൂ എന്ന് പറയാം. വേണമെങ്കിൽ എന്ത് പറയാം, ഇതിന്റെ പകുതി ഭാഗം കാലിയാണെന്ന് പറയാം, പകുതി വെള്ളമുണ്ട് എന്ന് പറയാം. ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. പകുതി വെള്ളമുണ്ട് എന്ന് പറഞ്ഞത് പോസിറ്റീവായ വാക്കാണ്, ഇത് പകുതി കാലിയാണെന്ന് പറഞ്ഞത് എന്താണ്, നെഗറ്റീവ് വാക്കാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. 2 സംഗതി സമാണെങ്കിൽ പോലും പോസിറ്റീവ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ പാഠം അൽ മുലാഫിൽ സായദ് എന്ന പാഠം എഴുതിയിട്ടുള്ളത് അദ്ഹം ഷർക്കാവി എന്നുള്ള ആളാണ്. അദ്ഹം ഷർക്കാവി, അദ്ദേഹം എന്നും രാവിലെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പ്രഭാത ക്ലാസ്സുകളിൽപ്പെട്ട ഒരു ക്ലാസ് ആണ് ഈ ഒരു പാഠഭാഗം. അപ്പൊ ഈ പാഠത്തിന്റെ മൊത്തം ഒരു ആശയം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ മുലാഫിൽ സായദ് എന്ന് പറഞ്ഞത് ഹദീസ് സബാഹ് എന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് അദ്ഹം ഷർക്കാവിയാണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 10ാമത്തെ ഒരു പാഠമാണ്, ഇനി അവസാനത്തെ ഒരു പാഠമാണ്. പിന്നെ ഉള്ളത് കുറച്ച് ഒരു കത്ത് എഴുതാനുള്ളതാണ്. അപ്പോൾ 10ാമത്തെ ഒരു പാഠമാണ്. അറബികൾ പൊതുവിലെ ഉപയോഗിക്കുന്ന ചില വിചിത്രമായിട്ടുള്ള ഒരു കഥകളാണ്. അതിൽ 3 കഥകളാണ് അവിടെ ഉള്ളത്. 1ാമത്തെ കഥ എന്ന് പറഞ്ഞാല് ലാ തുആദിറുൽ ബിറ അത്താഹുദ്. 2 ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്ന, ഈ കഥ പറഞ്ഞിട്ടുള്ളത് ഇബ്നു ഹബീബ് എന്നുള്ള ആള് പറയാണ്. അദ്ദേഹം തന്റെ സഹോദരനായിട്ടുള്ള ഉസ്മാൻ ബിൻ സഈദ്, ഇവർ 2 പേരൊക്കെ നടന്നു പോകുമ്പോൾ ഉസ്മാൻ ബിൻ സഈദ് എവിടേക്ക് വീണു, കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് വീണ ഉടനെ തന്റെ സഹോദരൻ ചോദിക്കാണ്, ഈ കിണറ്റിൽ വീണോ? ഒരു കാര്യം, ഞാനൊരാളെ സഹായത്തിന് വേണ്ടി വിളിക്കുക, അവരെ ഇവിടുന്ന് പോവരുത് എന്ന് പറഞ്ഞു. കിണറ്റിൽ വീണ ആളോട് ഇവിടേക്കും പോവരുത്, അവിടെ തന്നെ ഞാൻ ഒരാളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു വിചിത്രമായിട്ടുള്ളൊരു കഥയാണ്. വിചിത്രമായ എന്ന് പറഞ്ഞാൽ കോമഡികൾ എന്നൊക്കെ അർത്ഥത്തിലാണ് നവാദിർ എന്ന അറബികൾ ഉപയോഗിക്കാറ് കേട്ടോ. 2ാമത്
ഒരു അറാബിയായ മനുഷ്യൻ, രണ്ടാമത്തെ കഥ, റഅയ്തുക വഅൻത സഗീർ, നീ ചെറിയതായപ്പോ ഞാൻ എന്നെ കണ്ടീനു എന്ന് പറഞ്ഞു. ഒരാളൊരു മലന്റെ മേലെ കയറി, എന്നിട്ട് അടിയേക്ക് നോക്കിയപ്പോ ഒരാളവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. മേലെ നോക്കിയാൽ എന്താ കാണുക? ചെറിയൊരു മനുഷ്യനല്ലേ കാണുക. അങ്ങനെ ഇയാള് മലന്റെ മേലെ ഇറങ്ങി വന്നാണ്ട് അയാൾക്ക് കൈയൊക്കെ കൊടുത്ത് അയാളെ കെട്ടിപ്പിടിച്ച്. അപ്പൊ അയാള് അത്ഭുതത്തോട് കൂടി ചോദിക്കാണ്, ഇന്നെ അറിയോ ചോദിച്ചു. നമ്മളൊരാളെ കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറിയുന്ന ഒരാളാവണ്ടേ. അപ്പൊ ഇയാള് പറഞ്ഞ മറുപടി, ഈ ചെറുതായപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് ചെറിയ കുട്ടിയായപ്പോ എന്നാണ്, എല്ലാം മറിച്ച് എന്ത് ചെയ്യണം? മലന്റെ മേലെ നോക്കിയപ്പോ. അപ്പൊ അങ്ങനത്തെ ഒരു കോമഡി. മൂന്നാമത് എന്താണ്? വലീമത്ത് ഉർസി. ഒരു ഭയങ്കര പിശുക്കനായിട്ടുള്ള ഒരാള്, അയാളെ പേര് അഷ്അബ് എന്നുള്ള ആളാണ്. അഷ്അബ് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ചങ്ങായിമാരെ നന്നായിട്ട് വീട്ടിലേക്ക് വിളിച്ചു ഫുഡ് എടുക്കാൻ. വിളിക്കേണ്ടി വന്നതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അയാൾക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ എല്ലാവരും കൂടി അതിഥികളൊക്കെ ഇയാളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി വന്നപ്പോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇയാള് പറയാണ്, ഈ മറ്റൊരാളെ വരെ പോയാൽ മതി, അവിടെ നല്ല ഫുഡ് ഉണ്ട്. ഈ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വിളിച്ചതാണ്, ക്ഷണിച്ചതാണ്. ക്ഷണിക്കപ്പെട്ട ആളുകളൊക്കെ വന്നപ്പോൾ വേറെ ആളെ പേര് പറഞ്ഞിട്ടാണ്, ഓനെ വീട്ടിൽ പോയാൽ നല്ല ഫുഡ് കിട്ടും പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടി അങ്ങോട്ട് പോയി. അപ്പോ ഇയാള് മാത്രം എന്ത് ചെയ്ത് അവിടെ ഒറ്റക്കായി. വന്ന അതിഥികളൊക്കെ പോയി, വേറെ ആളെ വീട്ടിൽ ഫുഡ് ഉണ്ട് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി. ഇയാള് മാത്രം ഒറ്റയ്ക്ക്. അപ്പൊ ഇയാള് വെറുതെ നുണറിഞ്ഞത് ഇനി അവിടെ ഫുഡ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇയാളിങ്ങനെ ചിന്തിച്ചു, ശരിക്കും ഇനി അവിടെ ഫുഡ് ഉണ്ടെങ്കിലോ? അങ്ങനെ എന്ത് ചെയ്തു? ഇയാൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളവർ എത്രയും മുമ്പ് ഫസ്റ്റ് അവിടെ എത്തി. ഷോർട്ട് കട്ട് പിടിച്ചാണ്ട് മണ്ടി പോയിട്ട് എന്ത് ചെയ്തു? അവിടെ എത്തി. അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു കഥ. അങ്ങനത്തെ ഒരു 3 കഥയാണ് ഇതിലുള്ളത്. അപ്പോ ഇതിൽ നിന്ന് അതിന്റെ ഒരു മൊത്തം ഷോർട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, വേറെ ഒന്നും വരില്ല. ഇനി 11ാമത്തെയും 12ാമത്തെയും ചാപ്റ്റർ എന്ന് പറഞ്ഞാല് എന്താ വെച്ചാൽ, 11ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു കത്ത് എഴുതാനാണ്. റിസാലത്തുൽ തഹ്നിയ എന്നാണ്. നമ്മളൊരാളെ എന്ത് ചെയ്യുന്ന ഒരാളെ തഹ്നിയത്ത് എന്ന് പറഞ്ഞാല് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന, അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കത്താണ്. കത്ത് എന്ന് പറഞ്ഞാല് ഒരു കത്തിന്റെ ഒരു രൂപം നോക്കാം. സ്വദീഖി അൽ അസീസ് ഹാസിം എന്ന് പറഞ്ഞാല് എന്റെ ആത്മാർത്ഥ സുഹൃത്തെ, അജ്മലു തഹാനി വ തബ്രീകാത്ത് ബി മുനാസബത്തി ഹുസൂലി കല ദർജത്തിൽ ബാക്കാലൂരിയസ് ബി ദർജത്തിൽ ആലിയ. നീ നല്ല മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായാലും ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക. അപ്പൊ അതിലുള്ള വാക്കുകളും അതിന്റെ സ്ട്രക്ചറും നോക്കിയാൽ മതി. കത്ത് എഴുതുമ്പോൾ അതിന്റെ സ്ട്രക്ചർ നോക്കുക. ആദ്യം സ്വദീഖി അൽ അസീസ് എന്നൊക്കെ എഴുതണം. പിന്നെ എന്ത് ചെയ്യാൻ? നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം എന്ത് ചെയ്യുക? ചിലപ്പോൾ വരാൻ സാധ്യത ഉള്ളൂ. കത്ത് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ വരും, ഒരു കത്ത് എഴുതാനും വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാം? ആ കത്ത് അതിന്റെ ഒരു ഒന്നാമത് നമ്മളൊരു സല്യൂട്ടേഷൻ പറയണം. ഒരാളെ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ഒന്നിങ്ങനെ പുകഴ്ത്തി പറയണം. രണ്ടാമത് എന്താ പറയുക, എന്റെ പ്രിയ സുഹൃത്തെ, മൈ ഡിയർ സർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടാവുമല്ലോ. രണ്ടാമത് ഉണ്ടാവേണ്ടത് എന്താണ് ഈ കത്തിനുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ അത് എഴുതുക. മൂന്നാമത് എന്ത് ചെയ്യാണ്? ആരാണ് കത്ത് എഴുതുന്നത്? സ്വദീഖുൽ എന്നെന്നും നിന്റെ സഹോദരൻ, എന്നെന്നും നിന്റെ സുഹൃത്തായിട്ടുള്ള ഉമർ മുഖ്താറാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പൊ കത്തിന്റെ ചെറിയ രൂപം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രൂപം ഒന്നുമില്ല, വളരെ കത്ത് എഴുതാനുള്ള വളരെ രൂപത്തിൽ എന്ത് ചെയ്യുക? ആ കത്ത് എഴുതുക. ഈ ആ കിട്ടിയ അതിന് തൊട്ട് ശേഷം ഇത് പറയുന്നുണ്ട്. ആ തൊട്ട് പാഠത്തിൽ 58ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഓരോ സമയത്തും റമദാൻ ആവുമ്പോൾ നമ്മൾ എന്താ പറയാ? നമ്മൾ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, റമദാൻ കരീം എന്ന് പറയണ്ടല്ലോ. അതാണ് റമദാൻ ആകുമ്പോൾ ഒരാളോട് പറയേണ്ടത്. അങ്ങനത്തെ ഓരോ ഓരോ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ. പെരുന്നാളാവുമ്പോ ഈദ് മുബാറക്. നീ ഒരാൾക്ക് ജോലി കിട്ടിയാൽ മബ്രൂഖ് അലാ ഷുഗ്ലിക്കൽ ജദീദ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. വിജയിച്ചു കഴിഞ്ഞാൽ മുബാറക് അൻ നജാഹ്. പിന്നെ ബർത്ത്ഡേ ആണെങ്കിൽ ഈദ് മീലാദുൻ സഈദ്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മതി, എന്നാൽ തന്നെ എന്ത് ചെയ്യും? നല്ല മാർക്ക് കിട്ടും. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് എന്ത് ചെയ്യാ? ഇത് ജദ്വൽ അമാൽ ബർനാമിജ്. ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ നിർബന്ധമായിട്ടുണ്ടാകുന്ന സാധനമാണ് പ്രോഗ്രാം നോട്ടീസ്. ഇതോ കത്തോ ഏതെങ്കിലും ഒന്ന് എഴുതാൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോ എന്ത് ചെയ്യാ? പ്രോഗ്രാം നോട്ടീസിൽ എങ്ങനെയാണ്? ആദ്യം കലിമത്തു തർഹീബ്, സ്വാഗതം ഉണ്ടാവും. റയീസ്, അധ്യക്ഷൻ ഉണ്ടാവും. കലിമത്തുൽ ഇഫ്തിതാഹിയ, ഉദ്ഘാടനം ഉണ്ടാവും. തൗസീൽ ജവായിദ് ഷഹാദത്തുൽ മുത്തഫിഖീൻ, ജയിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാ? അത് കൊടുക്കുക, വിതരണം ചെയ്യുക, സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക. പിന്നെ ഖുത്ബത്തുർ റയീസിയ, അധ്യക്ഷ ഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കീ നോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആരാണ് മുഖ്യ പ്രഭാഷണം. പിന്നെ എന്ത് ചെയ്യുക? കലിമത്തു തഹാനി. കലിമത്തു തഹാനി എന്ന് പറഞ്ഞാൽ ആശംസകൾ, ഫെലിസിറ്റേഷൻസ്. അതില് പ്രധാനപ്പെട്ട ആളുകളെ ഉളുവുൽ മജ്ലിസ് തശ്രീ, MLA. അപ്പൊ MLAക്കുള്ള ആ പദം ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ, ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ മുദീർ മജ്ലിസ് ഇദാറത്തുൽ കുല്ലിയ, റയീസ് മജ്ലിസുൽ ബൽദിയ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനുള്ള പദങ്ങളൊക്കെ എന്ത് ചെയ്യാം. പിന്നെ കലിമത്ത് ശുക്ർ. പിന്നെ നഷീദുൽ വതനി, നാഷണൽ ആന്തം.
അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് ചോദിച്ചു. ചിലപ്പോ ഇത് അറബി ചെയ്തിട്ട് ഇംഗ്ലീഷ് ചെയ്താൽ ഇംഗ്ലീഷ് ചെയ്തിട്ട് അറബി ചെയ്താനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് ആ പദങ്ങൾ എന്നുള്ളത് തൊട്ടപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ചേരുമ്പോൾ ചേർക്കാൻ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. അത്രയുമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ഇതിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു പാഠമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഹൈറും ബഷറും എന്നുള്ള പാഠവും, അതുപോലെ തന്നെ ഫില്ലത്തുൽ കൻസ് എന്നുള്ള പാഠവും, അതുപോലെ തന്നെ യാ അഖിൽ ഇൻസാൻ മുലാഫിൽ സാദിഖോ ഇതുപോലത്തുള്ള പാഠങ്ങളൊക്കെയാണ്. ഇതിന്റെ ഷോർട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിലൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. കമന്റ് ആയിട്ടോ മറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇൻഷാ അല്ലാ. ഓക്കെ, നല്ലൊരു വിജയം ആശംസിക്കുന്നു.